ഇന്ത്യൻ ആകാശസീമയിൽ ഇനി ചെറിയൊരു ചലനം പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകില്ല. അതിർത്തിയിലെ നിരീക്ഷണം ശക്തമാക്കാൻ ഭാരതം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സംവിധാനം ഇനി ഇന്ത്യൻ കരസേനയ്ക്ക് വലിയ രീതിയിൽ കരുത്തു പകരും. സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ രാജ്യം തീർക്കുന്ന ഈ അദൃശ്യ പ്രതിരോധ കവചത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? 1400 കോടിയുടെ ഈ വമ്പൻ പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇതൊരു മൊബൈൽ ഇലക്ട്രോണിക് സിസ്റ്റമാണ്. അതായത് ആവശ്യാനുസരണം എവിടേക്ക് വേണമെങ്കിലും വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു നിരീക്ഷണ കേന്ദ്രം. വായുസേനയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകി സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. പക്ഷേ ഇതിൽ നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഈ സിസ്റ്റത്തിന്റെ നിർമ്മാണ രീതിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് 72% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടിയത്? സിമ്പിളായി പറഞ്ഞു തരാം. ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക് റിസർച്ച് ലബോറട്ടറി DLRL ഡിസൈൻ ചെയ്ത ഈ സംവിധാനം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. ആഗോളതലത്തിൽ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നത് ഭാരതത്തിന്റെ വലിയൊരു ചുവടുവയ്പ്പാണ്. ഈ കരാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല സാമ്പത്തിക മേഖലയ്ക്കും വലിയ ഉത്തേജനമാണ് നൽകുന്നത്. നിരവധി ചെറുകിട വ്യവസായങ്ങൾക്കും അതായത് MSMEകൾക്കും ഇതിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നതാണ്. സാങ്കേതികമായി മുന്നേറുന്ന പുതിയ ഇന്ത്യയുടെ അടയാളം തന്നെയാണിത്. അത്യാധുനികമായ ഈ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നത് താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള മറ്റ് അഭിപ്രായങ്ങളും അതിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.